സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. കോഴിക്കോട് ടു ശബരിമല സീരീസിൻ്റെ 3-ാമത്തെ എപ്പിസോഡാട്ടോ ഈ വീഡിയോ. ഈ പാട്ടിൽ എരുമേലി മുതൽ മുക്കുഴി വരെയുള്ള യാത്രയാട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ എരുമേലി പേട്ടതുള്ളലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ബസ്സിൻ്റെ ആൾക്കാർ എരുമേലിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് പേരൂർത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളെ കൊണ്ട് ഇറക്കി തന്നിട്ടു. ഈ പേരൂർത്തോട് മുതൽ പമ്പ വരെയാണ് ശബരിമല ട്രഡീഷണൽ പാത്ത് വേ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പേരൂർത്തോട് മുതൽ കരിമല കയറി ഇറങ്ങി പമ്പയിലെത്തണം. അങ്ങനെ ഞങ്ങൾ പേരൂർത്തോട് നിന്ന് യാത്ര തുടങ്ങിയിട്ടോ. അവിടെയൊക്കെ ഈ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡായിരുന്നു, ടാർ ചെയ്ത റോഡ് തന്നെ. റോഡ് സൈഡിൽ കഞ്ഞിയും പിന്നെ ഉച്ചയ്ക്കുള്ള അന്നദാനമൊക്കെ ഫ്രീ ആയിട്ട് കുറേ കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് എന്താ പറയുക, ടാർ ചെയ്ത റോഡാണ്. അതുകൊണ്ട് തന്നെ നടക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ഒരു ലൊക്കേഷൻ മുതൽ കോയിക്കക്കാവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരെ ഏകദേശം 650 മീറ്റർ ആയിട്ടുള്ളത്. അതുവരെ ഏകദേശം ഇതേമാരത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. എന്നാലും ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഏകദേശം ഞങ്ങൾ ആ കോയിക്കക്കാവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് അവിടെ എത്തിയിട്ടോ. ഇവിടെ എല്ലാ ദിവസവും രാവിലെയാണ് ഓപ്പൺ ആവുക. അപ്പോൾ നിങ്ങൾ എരുമേലിയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ രാവിലെ ഒരു 6 മണി 7 മണിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അവർ ഓപ്പൺ ആക്കി തരും. ഈ ചെക്ക് പോസ്റ്റിന് അടുത്തത് ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കോട്ടയം ഡിവിഷനിൽ എരുമേലി റേഞ്ചിൽ പ്ലാച്ചേരി സ്റ്റേഷനായിട്ടോ വരുന്നത്, കോയിക്കക്കാവ്. അങ്ങനെ ഞങ്ങളിതാ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തു. ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതോടുകൂടി ഒരു ഫോറസ്റ്റിലേക്ക് എൻ്റർ ആയ മാതിരി തന്നെ കേട്ടോ. അത്യാവശ്യം വലിയ വലിയ മരങ്ങളും പിന്നെ എന്താ പറയുക, നടക്കാവുന്ന പാതകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കല്ലൊക്കെ ആയിട്ടുള്ള പാതകളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയത് 41-ന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ റൂട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കൂടുതലും തമിഴ്നാട്ടിലത്തെ ആൾക്കാർ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഈ ടൈമിൽ കൂടുതലും ആൾക്കാർ കരിമല വഴി പോകുന്നത് കൊണ്ട് തന്നെ കുറേ വിശ്രമിക്കാനും വിരി വെക്കാനൊക്കെ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 200 മീറ്റർ 300 മീറ്റർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ അതേമാതിരി തന്നെ വിരി വെക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വത്തക്ക വെള്ളം, മോര് വെള്ളം, പിന്നെ മോര് സോഡ, നാരങ്ങ സോഡ ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നു. കാടൊരു നോർമലായിട്ടുള്ളൊരു ഫോറസ്റ്റ് ആയിരുന്നു, അധികം ഇടതൂർന്ന ഫോറസ്റ്റുകളൊന്നും അല്ലായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് കല്ലൊക്കെ പാകിയ സ്ഥലങ്ങളാണ്. ഈ ഏരിയയിലൊക്കെ വണ്ടി വരും കേട്ടോ, ജീപ്പ് അങ്ങനത്തെ വണ്ടികളൊക്കെ ഈ ഏരിയയിലൊക്കെ വരും കേട്ടോ, ഫോറസ്റ്റിൻ്റെ വണ്ടികളൊക്കെ. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ നല്ല ക്ഷീണം. അങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ. എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളായിരുന്നു, അധികം കയറ്റോ ഇറക്കോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമൊന്നും അങ്ങനെ വരുന്നില്ലായിരുന്നു. പിന്നെ കാടിൻ്റെ ആ സൗണ്ടൊക്കെ കേട്ടിട്ട് അയ്യപ്പൻ്റെ പൂങ്കാവനം നമുക്ക് ആസ്വദിച്ചിട്ട് യാത്ര ചെയ്യണമെങ്കിൽ എന്തായാലും കരിമല വഴിക്ക് തന്നെ പോകണേ. അങ്ങനെ ഞങ്ങളിത് ആ കാടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പതുക്കെ നടക്കുമായിരുന്നു. കാളകെട്ടി എത്തിയില്ല, എരുമേലിയിൽ നിന്ന് നടന്നൊരു വൈക്കാണ് ഇപ്പോൾ തന്നെ. ഇതിൻ്റെ ഇടയിൽ ഇതേമാതിരത്തെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണാനില്ല, അത്യാവശ്യം നല്ല പഴക്കമുള്ള മരങ്ങളാണ്. പിന്നെ നടക്കണ വഴികൾ ചിലത്തൊക്കെ നല്ല കല്ലൊക്കെയാണ്, മുള്ളുമുണ്ട്. പിന്നെ എന്തായാലും അത്യാവശ്യം ആൾക്കാരുണ്ട് എന്തായാലും ഈ വഴിക്ക്. പിന്നെ പോകുന്ന വഴിക്കിലൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, വിശ്രമിക്കാൻ വിരി വെക്കാനുള്ളത്, വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങൾ, വത്തക്ക വെള്ളം, നാരങ്ങ ജ്യൂസ്, മെയിൻ അമ്പലങ്ങളിലൊക്കെ അന്നദാനം ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കരിമല വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ
ഗ്ലൂക്കോസ് കയ്യിൽ നിർബന്ധമായിട്ടും കരുതണം. കാരണം ബോഡി പെട്ടെന്ന് ടയേർഡായി പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ അത്രയും നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത്രയും വേർത്തൊലിച്ച് നമ്മുടെ ശരീരത്തിലെ വെള്ളമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ്, പിന്നെ കുറച്ച് വെള്ളം കരുതണം. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ടിന്ന് സാനിറ്റൈസറും കൂടി കരുതണേ. കാരണം പോകുന്ന വഴിക്ക് കുറേ അരുവികളൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാനുണ്ട്. ആ ഏരിയയിൽ നിന്ന് കട്ട കടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നാരങ്ങേൻ്റെ ജ്യൂസൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഉപ്പ്, അതൊക്കെയാട്ടോ യൂസ് ചെയ്യേണ്ടത്. ഇവിടേക്ക് എത്തിയപ്പോൾ കാണാൻ വേണ്ടി ഒരു പ്രത്യേക വൈവായിരുന്നു കേട്ടോ. കാരണം നല്ല ഇടതൂർന്ന വനങ്ങളും പച്ചപ്പൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് കൂടെ ഒരു അരുവി പോകുന്നുണ്ടായിരുന്നേ. കുറേ ആൾക്കാരൊക്കെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അരുവിയിലൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനവിടെ നിന്ന് കുളിക്കാനൊന്നും നിന്നില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4:30 ആകുമ്പോഴത്തേന് നമ്മൾ അഴുതേൻ്റെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകണം. കാരണം 4:30-ക്ക് അഴുതേൻ്റെ അവിടെയുള്ള ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിടൂല. പിന്നെ നമ്മൾ അഴുതയിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയി. അങ്ങനെ അത്യാവശ്യം നല്ല വേർത്തിന്. ഉച്ച സമയമായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. ഇതുപോലത്തെ സ്ഥലങ്ങളിലാട്ടോ അട്ട കൂടുതലായിട്ടുണ്ടാവുക. ഈ ചതുപ്പ് സ്ഥലങ്ങളിലൊക്കെ ഇതിലൂടെ ഇങ്ങനെ കാല വെക്കും. നല്ല സുഖമാണ്, നല്ല തണുത്ത ഫ്രഷ് വെള്ളമാട്ടോ വരുന്നത്. കാട്ടരുവിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. കാലക്കയിൽ മുക്കുമ്പോൾ തന്നെ കാലിനൊരു എനർജി കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ വല്ലാ നേരം നിന്നിട്ടുണ്ടെങ്കിൽ കാലിന് അട്ട അടിക്കും. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ദാഹിച്ചു, നല്ല വേർത്തിരുന്നു. അപ്പോൾ ഭയങ്കര ദാഹം. അങ്ങനെ ഒരു ഗ്ലാസ് മോരും വെള്ളം കുടിക്കാൻ വിചാരിച്ചു. ഇതിന് 30 രൂപയാണ് അവർ ഈടാക്കിയത്. അങ്ങനെ മോരും വെള്ളം കുടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും നടക്കാൻ തുടങ്ങിയിട്ടോ. നമ്മളിതാ പോകുന്ന വഴിക്കിലൊക്കെ ഇങ്ങനത്തെ കുറേ കടകളുണ്ടാവും, മോരും വെള്ളമായിട്ടും പിന്നെ ഫ്രീ ആയിട്ടും വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഫ്രീ വാട്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മോരും വെള്ളമോ വത്തക്ക വെള്ളമൊന്നും കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഫ്രീ ആയിട്ട് അവിടെ നിന്ന് തണുത്ത അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം കിട്ടും. അങ്ങനെ അതാ പേരൂർത്തോട് നിന്ന് ഏകദേശം 6 കിലോമീറ്റർ നടന്നിട്ട് കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിലെത്തിയിട്ടോ. ഇവിടുത്തെ ഐതിഹ്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ അയ്യപ്പൻ മഹർഷി എന്ന അസുരനെ വധിച്ചത് സാക്ഷിയാൻ വേണ്ടിയിട്ട് ശിവൻ തൻ്റെ കാളപ്പുറത്ത് വന്നു അതിനെ ഒരു ആൽമരത്തിൽ അവിടെ കെട്ടി. അതുകൊണ്ടാണ് അവിടെ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഈ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ അയ്യപ്പ ഭക്തന്മാർ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ റെസ്റ്റ് എടുക്കാനുള്ള ചെറിയ സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ തേങ്ങ പൊട്ടിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് അന്നദാനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. ഞാനവിടെ എത്തിയപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു. ഞാൻ പിന്നെ അഴുതാ നദിയിൽ പോയി കുളിച്ചിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്ന് അഴുതാ നദീൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. നട്ടുച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. നടക്കുന്ന പാതകളൊക്കെ നന്നായിട്ട് കല്ലുകളൊക്കെ ചൂടായിട്ട് കാല് ചവിട്ടുമ്പോൾ നല്ല ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ അതാ പോകുന്ന വഴിക്കിൽ ഇതാ ഒരു ആന്ധ്ര ടീംസ് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആയിട്ട്. അങ്ങനെ അതാ നടന്നു. അങ്ങനെ ഈ ഏരിയയിലൊക്കെ വണ്ടി വരും കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണുള്ളത്. അപ്പോൾ നിങ്ങൾ വണ്ടിയായിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ അമ്പലത്തിലൊക്കെ വരണമെങ്കിൽ ഈ റോഡിന് വന്നാൽ മതി. ഇതാണ് ഈ അമ്പലത്തിൻ്റെ റോഡിൻ്റെ ഫ്രണ്ട് ഭാഗം. നല്ല ടാറിട്ട റോഡാണ്. ഈ റോഡ് അഴുതേൻ്റെ അങ്ങോട്ടും ഈ റോഡ് തന്നെയാണുള്ളത്. അങ്ങനെ ഞങ്ങൾ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്ന് അഴുതയെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാക്സിമം ഉള്ളൂ. കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്ന് അഴുതയിലേക്ക് നടക്കുകയാണേ. അത് ഇതുപോലത്തെ റോഡിനാണ് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ കാളകെട്ടി ശിവക്ഷേത്രം വരെ വണ്ടിയൊക്കെ വരും കേട്ടോ. പക്ഷേ
അയ്യപ്പൻ്റെ കാനനപാത വെച്ചിട്ടുണ്ടെങ്കിൽ എരുമേലിയിൽ നിന്ന് തന്നെ നടന്നു വരണം. അപ്പോൾ അത് ഞങ്ങൾ നട്ടുച്ച നേരത്തെ അവിടെ എത്തിയത്. റോഡങ്ങനെ ചൂട്ട് പഴുത്ത് നിൽക്കുക. നടക്കാൻ സത്യം പറയാം ചെരുപ്പിടാതെ നിന്ന് നടക്കാനേ പറ്റുന്നില്ല. ആ ഒരു ലെവലാണ്. കാലിൻ്റെ അടിയൊക്കെ പൊള്ളിയില്ലെന്നുള്ളൂ, അതുപോലത്തെ ചൂടാ. ഇവിടുന്ന് 1 കിലോമീറ്ററാണ് അഴുതാ നദിയിലേക്കുള്ളത്. അങ്ങനെ നടന്ന് ഞങ്ങൾ അഴുതാൻ്റെ അടുത്തെത്തിട്ടോ. ഈ റോഡിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയാലാണ് അഴുതാ നദി. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് നല്ല പായസമൊക്കെ കിട്ടി, അതൊക്കെ കുടിച്ചു. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ, വിരി വെക്കാനും പിന്നെ ഭക്ഷണം കിട്ടുന്ന കുറേ ഷോപ്പുകളുണ്ട്. അങ്ങനെ ഞാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ വിരി എവിടെയും വെച്ചിട്ട് കുളിച്ച് കല്ലെടുക്കണം. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ 2 സൈഡിലും കുറേ ഷോപ്പുകളുണ്ട്. ഈ കാണുന്ന കേട്ടോ അഴുതാ നദി. പമ്പയുടെ തന്നെ ഒരു പോഷക നദിയാണ് അഴുതാ നദി. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇത് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അഴുതാ നദിയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കുളിക്കാനുള്ളത്. പിന്നെ ഇവിടുന്ന് കുളിച്ചിട്ട് കല്ലെടുക്കണം കേട്ടോ. ഇവിടുന്ന് എടുക്കണ കല്ല് അഴുതാമേട് കയറിയിട്ട് കല്ലിടാങ്കൊന്ന് കൊണ്ടുവിടണം. അങ്ങനെ ഞാനും അഴുതാ നദി കുളിച്ചിട്ട് കല്ലെടുത്തിട്ടോ. നല്ല തണുത്ത വെള്ളമായിരുന്നു. ഈ കല്ലെടുത്തു. അഴുതാ നദിക്ക് കുറുകെയുള്ള ഒരു ചെറിയ പാലാട്ടോ. ഈ പാലം കടന്നു വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ഇവിടെ നിന്ന് അഴുതമേടാണ്. അഴുതമേട് നല്ലൊരു ചെങ്കുത്തായിട്ടുള്ളൊരു കയറ്റാണ്. ഇവിടെ എല്ലാ ദിവസവും 4:30 ആകുമ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ ഈ വഴിക്കൊക്കെ വരുമ്പോൾ 4:30 മുന്നേ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താൻ ശ്രമിക്കുക. ഓക്കെ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പാലത്തിൻ്റെ ഈ സൈഡിലും. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കല്ലിടാങ്കുന്നിലേക്ക് 2 കിലോമീറ്ററുകൾ, അതുപോലെ മുക്കുഴിയിലേക്ക് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റേ മുക്കുഴിയിലാണ്. ഇനി 4 കിലോമീറ്ററും കൂടി പോകണം. അപ്പം ഫുള്ള് ചെങ്കുത്തായിട്ടുള്ള കയറ്റാണ്. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉള്ളത്. ഇതിപ്പോൾ രാത്രി ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഷോക്ക് കൊടുക്കും, ആനയൊന്നും ഇങ്ങോട്ട് ഇറങ്ങാതെക്കാൻ വേണ്ടിയിട്ട്. അഴുതമേട് കുറച്ചണ്ടി കയറിയാൽ തന്നെ നല്ല ഇടതൂർന്ന ഫോറസ്റ്റുകളാണ്. പിന്നെ നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയിലെല്ലാം വലിയ വലിയ വൃക്ഷത്തിൻ്റെ വേരുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ കല്ലുകളും ഉണ്ടായിരുന്നു. അഴുതമല കയറ്റം അതികഠിനം തന്നെയാണ് കേട്ടോ. കുറച്ച് നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചു പോകുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് കുറച്ച് സ്ഥലത്തൊന്നും കുടിക്കാനുള്ള വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് മുന്നോട്ട് കയറണം. കയറുന്ന വഴിയിലൊക്കെ വലിയ വലിയ കല്ലുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ലിപ്പാവാനും സാധ്യത ഉണ്ട്. ഇതുപോലത്തെ കയറ്റൊക്കെ കയറുമ്പം എല്ലാവരുടെ കയ്യിലും ഗ്ലൂക്കോസൊക്കെ ഉള്ളത് നല്ലതാട്ടോ. നമ്മുടെ ശരീരം പെട്ടെന്ന് തന്നെ ടയർഡായി പോകാൻ സാധ്യത ഉണ്ട്. അപ്പം ഗ്ലൂക്കോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കുറച്ച് കഴിക്കാം. അപ്പം തന്നെ ബോഡിക്ക് എനർജി കിട്ടും. ഈ ഏരിയയിലൊക്കെ വലിയ വലിയ പാറക്കെട്ടുകളായിട്ടുള്ളത്. നടക്കുന്നതിൻ്റെ സ്ഥലത്തൊക്കെ കാലിൻ്റെ മുട്ടിനൊക്കെ നല്ല സ്ട്രെയിൻ വരുന്നുണ്ടായിരുന്നു ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ.
പിന്നെ ഈ ഏരിയയിലൊക്കെ രാത്രി കാലങ്ങളിൽ ആനയും മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള ഏരിയ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവാം. പിന്നെ അതുപോലെ തന്നെ നല്ല വിഷപ്പാമ്പുകളൊക്കെ ഉള്ളൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇതുപോലുള്ള കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ മാക്സിമം റെസ്റ്റ് എടുത്തിട്ട് പോവുക. കാരണം നമ്മുടെ ബോഡി പെട്ടെന്ന് തന്നെ ടയേർഡാവും. കാരണം അതുപോലത്തെ കയറ്റങ്ങളായിരുന്നു. പിന്നെ നമുക്ക് ആണെങ്കിൽ കാല് നല്ലപോലെ ചവിട്ടാൻ പറ്റാത്ത സ്ഥലങ്ങളായിരുന്നു എല്ലാവരും. അങ്ങനെ ഞാൻ കുറച്ചണ്ടി കയറിയപ്പോൾ ഒരു കട കണ്ടിട്ടോ വെള്ളമൊക്കെ കിട്ടുന്നത്. അവിടുന്ന് ഞാൻ അതൊരു വത്തക്ക വെള്ളവും പിന്നെ ലൈം സോഡയും ഒക്കെ കുടിച്ചു. പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ആനയൊക്കെ ഇറങ്ങും. അപ്പോൾ രാത്രി കാലങ്ങളിൽ അവർ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ആ മരത്തിൻ്റെ മുകളിൽ കെട്ടി വെക്കുകയാണ് ചെയ്യലെന്ന് പറഞ്ഞു. കാരണം ആനയൊക്കെ വന്ന് അത് നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം അഴുതമേടിൻ്റെ പകുതിയോളം കയറി കഴിഞ്ഞിട്ടോ. നല്ല ക്ഷീണം വെച്ചാൽ നല്ല ക്ഷീണമുണ്ട്. അത്രയും ചെങ്കുത്തായ കയറ്റായിരുന്നു. അത് നമുക്ക് കറക്റ്റായിട്ട് കാല് വെച്ചിട്ട് അമർത്തി ചവിട്ടാൻ പറ്റില്ല. കാരണം വലിയ വലിയ കല്ലുകളും ചെറിയ കല്ലുകളൊക്കെയാണ്. പിന്നെ വൃക്ഷത്തിൻ്റെ വേരുകൾ അങ്ങനെ എങ്ങനെയാണ്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട്. പിന്നെ അവിടെ കിട്ടുന്ന വെള്ളത്തിനൊക്കെ റേറ്റിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ താഴെ വണ്ടി പോകുന്ന സ്ഥലത്തിനെക്കാട്ടി കുറച്ച് പൈസ കൂടുതലായിരിക്കും ഈ ഹൈറ്റ് കൂടുന്തോറും. കാരണം അവർ താഴത്തുനിന്ന് ഇത് മുകളിലേക്ക് അവർ ഇതേമാതിരി തലയിലൊക്കെ വെച്ച് കൊണ്ടുവരണം. കൂടുതലും തമിഴ്നാട്ട്, ആന്ധ്രാപ്രദേശ്, കർണാടക അവിടെ നിന്നുള്ള സ്വാമിമാരാട്ടോ. ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വാമിമാരാണ് ഈ കരിമല വഴിക്ക് വരുന്നത്. അങ്ങനെ കുന്നൊക്കെ കയറി കല്ലടാംകുന്ന് താവളത്തിൻ്റെ ഒരു വലിയ ബോർഡൊക്കെ കണ്ടിട്ടോ. ഇനി ഇവിടെ നിന്ന് കല്ലടാംകുന്നിലേക്ക് കുറച്ചേ ഉള്ളൂ. അത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു സമാധാനമുണ്ട്. അവിടെയൊക്കെ ഇലക്ട്രിക്കിൻ്റെ ഫെൻസ് വെച്ചിട്ടോ. അങ്ങനെ അഴുതമേടിൻ്റെ ചെങ്കുത്തായ കയറ്റം കയറിയിട്ട് കല്ലിടാംകുന്ന് എത്തിയിട്ടോ. ഈ കല്ലിടാംകുന്നിലാണ് നമ്മൾ അഴുതയിൽ നിന്ന് എടുത്ത കല്ല് ഇവിടെ ഇടേണ്ടത്. അയ്യപ്പൻ മഹർഷി എന്ന അസുരനെ വധിച്ചത് ഈ കല്ലിടാംകുന്ന് വെച്ചിട്ടാട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ കല്ല് കൊണ്ടിടുന്നത്. ഈ കല്ല് കൊണ്ടിടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മഹർഷി വീണ്ടും പുനർജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ എല്ലാ സ്വാമിമാരും അഴുതാ നദിയിൽ നിന്ന് എടുത്ത കല്ല് ഇവിടെ ആട്ടോ കൊണ്ടിടുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാവുന്നതാണ്. കുറേ കല്ലുകൾ ഇവിടെ ഉണ്ട്, ഉരുളൻ കല്ലുകൾ. ഇതെല്ലാം മുന്നേ വന്ന സ്വാമിമാർ ഇവിടെ കൊണ്ടിട്ടതാണ്. ആ കാണുന്നിടത്താണ് കല്ലിടുക. അവിടെ നിന്ന് കല്ലിട്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ചുറ്റി ഇങ്ങോട്ട് പോരുന്നതാണ്. അങ്ങനെ ഞാനും ആ കല്ല് ഇവിടെ കൊണ്ട് വെച്ചിട്ടോ. അഴുതേന്ന് എടുത്ത ചെറിയൊരു കല്ലാണ് ഞാൻ എടുത്തിന്. അതവിടെ കൊണ്ട് വെച്ച് അതൊന്ന് പ്രദക്ഷിണം വെച്ച് പോന്നു. അങ്ങനെ കല്ലടാംകുന്നിന്ന് ഇനി മുക്കുഴിയാട്ടോ അടുത്ത ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഏരിയ. ഇവിടെ കുറേ നല്ല
കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലൈവായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അതാ ഇവിടെ മോരുവെള്ളം വത്തക്കവെള്ളം എല്ലാം ഉണ്ട്. ഇവിടെ കുറച്ച് പൈസ കൂടുതലാണ് അഴുതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഒരു 2 രൂപ 3 രൂപ 5 രൂപ ആ ഒരു ഡിഫറൻസ് ഉള്ളത്. അങ്ങനെ അതാ കല്ലടാംകുന്ന് മുക്കുഴിക്കുള്ള യാത്രയാണ്. അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള നടപ്പാതകളായിട്ടുള്ളത്. പിന്നെ ഫോറസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം ഒരു ഇടതൂർന്ന ഫോറസ്റ്റാണ്. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ. 2 കിലോമീറ്റർ അല്ലേ കല്യാണംകുന്ന് ടു മുക്കുഴി 2 കിലോമീറ്റർ. 4:30 ക്ലോസ് ചെയ്യാം മുക്കുഴി. ഇവിടെ നിന്ന് ഇനി 2 കിലോമീറ്റർ ഉണ്ട് മുക്കുഴിയിലേക്ക്. അതധികം കയറ്റമൊന്നുമില്ലാത്ത ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളൊക്കെ ഉള്ളത്. പക്ഷേ അതേമാതിരി കല്ലുകളും മുള്ളുകളും പിന്നെ മരത്തിൻ്റെ വേരുകളൊക്കെ ആയിട്ടുള്ള വഴികളാണ്. പിന്നെ അഴുത ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ മുക്കുഴിയും 4:30 ആകുമ്പോൾ ക്ലോസ് ചെയ്ത് കിട്ടും. പിന്നെ 4:30 ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ 7 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. ഞാൻ എന്തായാലും ഇന്ന് മുക്കുഴിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം മുക്കുഴി ലക്ഷ്യം വെച്ചിട്ടുള്ള യാത്ര കേട്ടോ. പിന്നെ ഈ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എന്തായാലും ഒരു പവർ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയിട്ട് ഇത്രയൊക്കെ കിലോമീറ്റർ നമ്മൾ ഈ കയറ്റൊക്കെ കയറി വന്നിട്ടും നമുക്ക് അത്ര ഒരു ക്ഷീണമൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുഴപ്പമില്ല, മുക്കുഴി എന്തായാലും നമ്മൾ ഒരു 4:30-5 മണിൻ്റെ ഉള്ളിലെത്തും. പിന്നെ ഒന്ന് മുക്കുഴി സ്റ്റേ ആണല്ലോ, അതുകൊണ്ട് പിന്നെ തിരക്കൂട്ടി പോകേണ്ട വിചാരിച്ചു, റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അയ്യപ്പ ശരണമപ്പ അയ്യപ്പ പമ്പാവാസ അയ്യപ്പ പന്തളദാസ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ഇല്ലാളി വീരനെ വീരമണി കണ്ഠനെ വീരമണി കണ്ഠനെ ഇല്ലാളി വീരനെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ പമ്പാവാസ അയ്യപ്പ പന്തളദാസ അയ്യപ്പ സ്വാമിയേ അയ്യപ്പ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ശരണൊക്കെ വിളിച്ചപ്പോത്തിന് ഇഞ്ചിപ്പാറ കോട്ട എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ ഒരു അമ്പലത്തിലെത്തിയേ. ഇവിടെ 1-2 ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ തേങ്ങ പൊട്ടിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ അതാ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചായക്കടികളൊക്കെ ലൈവാക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. ഇനി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറക്കമാണ്. നമ്മളിപ്പോൾ അഴുതമേട് കയറി ആ ഇറക്കം ഇവിടെ ഇറങ്ങണം നമ്മൾ. അപ്പോൾ ഞങ്ങൾ ഇഞ്ചിപ്പാറ കോട്ട അയ്യപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് പതുക്കെ താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇഞ്ചിപ്പാറ ക്ഷേത്രം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഇറക്കമാണ് കേട്ടോ. അതും അത്യാവശ്യം റിസ്ക് ഉള്ളൊരു ഇറക്കം തന്നെയാണ്. അത്യാവശ്യം റിസ്ക് ആയിട്ടുള്ള പോകുന്ന വഴിയിലൊക്കെ ഇതുപോലത്തെ കരിങ്കല്ലുകളും പിന്നെ വൃക്ഷത്തിൻ്റെ വേരുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ നോക്കി നടന്നിട്ടില്ലെങ്കിൽ സ്ലിപ്പായി വീഴാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ കാലിൻ്റെ വിരലുകൾ വെച്ച് കുത്താനും സാധ്യതകൾ കൂടുതലാണ്.
ഞാൻ ഈ ക്യാമറ നോക്കി വീഡിയോ എടുക്കുന്നത് വളരെ റിസ്ക്കി ആയിട്ടാണ് എടുക്കുന്നത്. കാരണം കുറേ ക്യാമറയിൽ നോക്കും, അപ്പോൾ ചില വലിയ വലിയ കല്ലുകളൊക്കെ വരുമ്പോൾ താഴെ നോക്കും, അപ്പം ചിലപ്പം ക്യാമറ ഷെയ്ക്കാവാനൊക്കെ സാധ്യത ഉണ്ട്. അതായത് കയറ്റത്തിനെക്കാട്ടിയും ബുദ്ധിമുട്ടായി തോന്നിയത് ഇറക്കാണ്. കാരണം കാലിൻ്റെ മുട്ടിനൊക്കെ കൂടുതലായിട്ട് നല്ല സ്ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. മഴയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ലിപ്പാകാൻ സാധ്യത ഉണ്ട്. കാരണം നല്ല ചെങ്കുത്തായിട്ടുള്ള ഇറക്കമായിരുന്നു. പിന്നെ സൈഡിൽ ചെറിയ ചെറിയ മരമൊക്കെ പിടിച്ചിറങ്ങും. പിന്നെ ചില ആൾക്കാരുടെ കയ്യിൽ ഒരു വടിയൊക്കെ ഉണ്ടായിരുന്നു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇവിടെ എത്തിയപ്പോഴത്തിന് തന്നെ കാലിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. കാരണം രാവിലെ നടക്കാൻ തുടങ്ങിയതല്ലേ, എരുമേലിന്ന് തുടങ്ങിയതല്ലേ, കാലിൻ്റെ തൊടയൊക്കെ പൊട്ടിയിരുന്നു. നടക്കാൻ തന്നെ വയ്യാത്ത അവസ്ഥയായിരുന്നു. കാരണം കുറേ കാലത്തിന് ശേഷം എത്രയും കിലോമീറ്റർ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇതേമാതിരത്തേതാ വൃക്ഷത്തിൻ്റെ വേരുകളൊക്കെയാണ് സ്റ്റെപ്പായിട്ടുള്ളത്. അതിലൊക്കെ ചവിട്ടിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതാ പോകുന്ന വഴിയിലൊരു വലിയ മരം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് മുറിച്ചൊക്കെ മാറ്റിയാണ് നടക്കാനുള്ള രീതിയിലാക്കിയാണ്. കുറേ സ്വാമിമാരവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. കാരണം നടന്ന് ക്ഷീണിക്കണം എല്ലാവരും. നിങ്ങൾ വാട്ടർ ബോട്ടിലൊക്കെ കരിമല വഴിക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ ടൈപ്പുള്ള വാട്ടർ ബോട്ടിൽ മാക്സിമം കൊണ്ടുപോകുക. പിന്നെ പോകുന്ന വഴിക്കിൽ എവിടെയും നിങ്ങൾക്ക് ബോട്ടിൽ വാട്ടർ കിട്ടില്ല. എല്ലായിടത്തും ഗ്ലാസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വെള്ളം കുടിക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വെള്ളം ഫില്ല് ചെയ്യാവുന്നതാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ എന്താ പറയുക ഫോറസ്റ്റിൽ നിരോധിച്ചാണ്. പിന്നെ നിങ്ങളാരും പ്ലാസ്റ്റിക് കവറുകളും ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊന്നും ഇടാൻ നിൽക്കരുത്. കാരണം വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് കവറുകളും മറ്റ് വേസ്റ്റുകളൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ഈ മൃഗങ്ങളൊക്കെ കഴിക്കും. അത് അവരുടെ ജീവൻ തന്നെ ഭീഷണിയായി മാറും. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കവറൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുക. കാരണം അവിടെ എവിടെയും വലിച്ചെറിയരുത്. കാരണം പോകുന്ന വഴിക്ക് കുറേ സ്ഥലത്ത് ഞാൻ കണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പല കവറുകളും കിടക്കുന്നുണ്ട്, പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം അത് നമ്മൾ എന്താ പറയുക കൊണ്ടുപോകാതെ വെക്കുക. എന്താ വെച്ചാൽ ഈ പ്രകൃതിയും ഈ ഭംഗിയും എന്നും നിലനിൽക്കേണ്ടതാണ്. എത്രയോ അയ്യപ്പന്മാർ ഇനി ഇതിലൂടെ വരാനുള്ളതാണ്. ഈ അയ്യപ്പൻ്റെ പൂങ്കാവനം കാത്ത് സംരക്ഷിക്കേണ്ടത് ഓരോ അയ്യപ്പ ഭക്തരുടെയും ഉത്തരവാദിത്തമാണ്. അതാരും മറന്നു പോകരുതേ. നല്ല ചെങ്കുത്തായിട്ടുള്ള ഇറക്കാണേ. കാല് സ്ലിപ്പായാലും ഒന്നുമില്ല, നേരെ താഴെയാ. പിന്നെ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. നല്ല ചെങ്കുത്തായിട്ടുള്ള ഇറക്ക. സൈഡിലൊക്കെ നല്ല പച്ചപ്പായിട്ടുള്ള ഫോറസ്റ്റാണ്. പോകുന്ന വഴിയിൽ ഇടയിലിടയിൽ ഇതുപോലത്തെ വലിയ വലിയ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം മുറിച്ച് പോകാനുള്ള വഴി എന്തായാലും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി കണ്ട് വന്നപ്പം നമ്മൾ നടക്കാനുള്ള വഴിയാട്ടത്. ഫുള്ള് വൃക്ഷത്തിൻ്റെ വേരും കല്ലൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം വഴി. താഴെ നോക്കി നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഴും. അതുപോലത്തെ വഴിയാണ്. കല്ലും മുള്ളും എല്ലാം ഉണ്ട്. കണ്ടില്ല നിങ്ങൾ വഴി? ഇത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല വീഡിയോയിൽ. അങ്ങനെ ഞങ്ങൾ വള്ളിത്തോട് താവളത്തിൻ്റെ അടുത്തെത്തിട്ടോ. വള്ളിത്തോട് താവളത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അങ്ങനെ കുറച്ചും കൂടി കണ്ട് നടന്നപ്പോൾ ഒരു റെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ എത്തിയിട്ടോ. അവിടെ
അവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കണ്ടത് നല്ല ചൂടുള്ള കായപ്പം ഉണ്ടാക്കുന്നതാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. നല്ല വലുപ്പമുള്ള കായപ്പം ഒരു ചേട്ടൻ അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവിടെ മുളക് ബജിയും പിന്നെ വേറെ എന്തൊക്കെയോ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു കായപ്പം കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളൂ മുക്കുഴി താവളത്തിലേക്ക്. അപ്പോൾ മുക്കുഴിയാണ് സ്റ്റേ. അങ്ങനെതാ അവിടെ നിന്ന് ഞങ്ങൾ മുക്കുഴിയിലേക്ക് നടക്കുകയാണ്. പിന്നെ വലിയ ഇറക്കവും കയറ്റമൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ അത് അവിടേക്ക് വണ്ടിയോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന അത്ര വലുപ്പമുള്ള വഴികളാണൊക്കെ ഉള്ളത്. പിന്നെ മരങ്ങളും കാടുകളൊക്കെ ഉണ്ട്. ഈ ഏരിയയിലൊക്കെ എന്താ പറയുക, വലിയ വലിയ വിഷമുള്ള പാമ്പുകളും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാട്ടോ. ഞങ്ങളിതാ വള്ളിത്തോട് താവളത്തിൽ നിന്ന് മുക്കുഴിയിലേക്ക് പോവാണേ. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. മുക്കുഴിയിലാണ് ഇന്ന് ഞങ്ങളുടെ അക്കമഡേഷൻ. വിരീൻ്റെ സൗകര്യമൊക്കെ ഉള്ളൂ. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട്. അത് കയറ്റൊന്നുമില്ല, നിരപ്പായ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. നടക്കാനൊന്നും വയ്യ, ലെവലെത്തിയാണ്. ഇതവിടെയൊക്കെ കുറേ വലിയ വലിയ മരങ്ങൾ, പിന്നെ അതായത് നിഗൂഢമായിട്ടുള്ള ഫോറസ്റ്റ് ഒന്നല്ല, നല്ല വെളിച്ചമൊക്കെ എത്തുന്ന രീതിയിലുള്ളൊരു ഫോറസ്റ്റ് ആട്ടോ. അവിടെ കുറേ വലിയ വലിയ മരങ്ങളാണ് അവിടെ നിന്ന് നോക്കിയിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒരു സാധനത്തിനെ കുറേ കണ്ടിട്ടോ പോകുന്ന വഴിക്കിൽ. ഇതാണ് കാട്ടിലുള്ള ചേരട്ടയെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ചെറുതല്ല. ഇത് ഏകദേശം ഒരു 30-40 സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഗൈസ്, മുക്കുഴി എത്തുന്നതിൻ്റെ ഇടയിൽ ഇതാ വലിയൊരു മരം ഉണ്ട് കേട്ടോ. വലുതെന്നൊക്കെ പറഞ്ഞത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു 50 ആൾ വട്ടത്തിൽ നിന്നാലും അതിൻ്റെ റൗണ്ട് ആവില്ല, അത്രയും വലിയ മരമാണ്. എനിക്ക് എത്ര മനസ്സിലാവേണ്ട എനിക്ക് അറിയില്ല, കാരണം അത്രയും വലിയ മരം അത്. ഇതിൻ്റെ വലുപ്പം എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നല്ല, അത്രയും വലിയ മരം കേട്ടോ. അത്രയും പഴക്കണ്ടത് ഇതിൽ. ഇതവിടെ ഒരു ചെറിയൊരു അരുവി പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ അത്യാവശ്യം വഴുക്കൊക്കെ ഉണ്ട്. പക്ഷേ ആ വെള്ളത്തിൽ കാലൊന്ന് വെക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ. കാരണം കാലിനൊരു പ്രത്യേക ഒരു എനർജി കിട്ടുന്ന കാര്യമാണ്, കാലിന് ഒരു തണുത്ത വെള്ളമൊക്കെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ. അങ്ങനെ ഫൈനലി ഞങ്ങൾ മുക്കുഴി താവളത്തിലെത്തിട്ടോ. ഇന്ന് ഞങ്ങളിതാ ഇവിടെയാണ് സ്റ്റേ. ചുറ്റൂർ നല്ല ഫോറസ്റ്റാണ്, കൊടും ഫോറസ്റ്റ് തന്നെയാണ്. ഈ ഏരിയയിൽ ആനയൊക്കെ ഇറങ്ങുന്നതാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവർ 4:30-ക്ക് ശേഷം ഇവിടെ നിന്ന് ആരെയും അങ്ങോട്ട് വിടാത്തത്. പിന്നെ നാളെ രാവിലെ 7 മണിക്കേ തുറക്കുള്ളൂ. അതും ആനയും മറ്റ് വന്യമൃഗങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം. ഇത് മുക്കുഴി താവളത്തിലേക്ക് കയറുന്ന ഭാഗമാണിത്. ഇവിടെ കയറുന്നിടത്ത് തന്നെ കക്കൂസും കുളിമുറിയൊക്കെ ഉണ്ട്. മുക്കുഴിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തുമ്പോൾ തന്നെ 4:30 ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിൽക്കുകയാണെന്ന്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ കുറേ ആൾക്കാർക്ക് കിടക്കാനുള്ള വിരി സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഹോട്ടലുകളും ഉണ്ട്. പിന്നെ ഈ മുക്കുഴിയിലേക്കും ഫോറസ്റ്റിൻ്റെ റൂട്ടിലൂടെ വണ്ടിയൊക്കെ വരും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫോറസ്റ്റ് വഴി കൂടെ ഇവിടേക്ക് വണ്ടിയൊക്കെ എത്തുന്നതാണ്. അതാ ശ്രീകണ്ഠേശ്വര ട്രാവൽസ് അവിടെ ആട്ടോ. ഞങ്ങളുടെ ട്രാവൽസിൻ്റെ ഒരു ബോർഡ് അവിടെ കണ്ട്. അവിടെയാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത്. അവിടെയാണ് ഞങ്ങൾക്ക് വിരി വെക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആട്ടോ ഞങ്ങളിന്ന് വിരി വെച്ച് കിടക്കുന്നത്. ജസ്റ്റ് പായ എങ്ങനെ ഉണ്ടാവും, എല്ലാവരും ഇവിടെ ഒരു ഹാളിൽ കിടക്കുന്നവരുണ്ട് കിടക്കുക. അതാണ് വിരി സൗകര്യം എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു, ഹോട്ടൽ ശ്രീമുരുക. അവിടെ നിന്ന് ഞങ്ങളിതാ നല്ല പൊറാട്ടയും കടലക്കറിയും കഴിച്ചേ.
ഈ പാർട്ട് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇട്ടത്. അടുത്ത പാർട്ടിൽ മുക്കുഴി മുതൽ പമ്പ വരെ ഉള്ള വഴികളാണ്. അതിൽ കരിമല കയറ്റമുണ്ട്, കരിമല ഇറക്കമുണ്ട്, വലിയാനവട്ടമുണ്ട്, ചെറിയാനവട്ടമുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഈ വീഡിയോ 2023 ഡിസംബർ 31 ഷൂട്ട് ചെയ്തതാണ്. ഞാൻ ന്യൂ ഇയറിൻ്റെ അന്ന് ഇവിടെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഫോണിൽ റേഞ്ച് പോലും ഇല്ലായിരുന്നു.